ഉയിരെ. രചന ബിനുഷാമുജി. അവതരണം സാലിം കരുളായി. ഹായ്, ക്ലാസ് കഴിഞ്ഞോളൂ. മുന്നിലെ രൂപം പുഞ്ചിരിയോടെ ചോദിക്കുന്നു. ശ്രീരാഗാണ്. ആരും വായിക്കുന്ന ഒരു ചിരിയോടെ അവൾ അന്നയെ നോക്കി. ഓ, സീനിയർ സാർ എന്താ ഇന്ത പക്കം? അല്ല, ഇവിടെ അധികം നിൽക്കണ്ടോ. പ്രിയപ്പെട്ട കാമുകി എപ്പോഴാ ചാടി വീഴുന്നെന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഒരു ആവശ്യമില്ലാതെ ഈ പാവത്തിന് കുറെ കൊടുത്തതാ ആ ദിയ. അതെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊക്കെ തീർത്താ പോരെ. എന്തിനാ ഈ പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യണേ? ലച്ചു കത്തിക്കേറുന്നുണ്ട്. പക്ഷെ സ്ത്രീയുടെ മുഖം വാടിത്തളർന്നു പോകുന്നത് അന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ലജു മാതി, ലജുന്റെ എണ്ണ അറിഞ്ഞിട്ടല്ലോ. ഏയ് ഇല്ലടോ, ഞാനാ കാരണം. രാവിലെ ദിയ തന്നെ ഉപദ്രവിച്ചത് ഞാൻ കാരണ. എന്നോടുള്ള വാശിക അവള്. ഒരു സോറിയിൽ അതൊക്കെ ഒതുങ്ങുമോന്ന് എനിക്ക് അറിയില്ല. സാറില്ല ചേട്ടാ, എനിക്ക് സങ്കടമൊന്നുമില്ല. ഏട്ടൻ നല്ലതല്ല ചെയ്തിട്ടുള്ളൂ. ദിയേച്ചി ചെയ്തതിന് ഏട്ടൻ എങ്ങനെ കുറ്റക്കാരനാകുന്നേ? അവൾ അലസമായി പറഞ്ഞു നിർത്തി. പിന്നെ നിൽക്കാൻ തോന്നിയില്ല. മനസ്സിലൊരു ചെറിയ കരട് വീട് കിടക്കുകയല്ലേ. അവന് മുഖം കൊടുക്കാതെ അന്ന പതിയെ മുന്നിലേക്ക് നടന്നു. ആൻമരിയ. പെട്ടെന്ന് സ്ത്രീയുടെ വിളി കേൾക്കുകയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. രാവിലെ ചെയ്തതിന് പകരമാവില്ലെന്ന് അറിയാം. എന്നാലും ഞാൻ കാരണം വേദനിച്ചതല്ലേ, താൻ ഇത് വാങ്ങണം. മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച കവറുമായി സ്ത്രീ ചിരിക്കുന്നു. ഒന്നും പിടികിട്ടാതെ അന്നയും സംശയത്തിൽ വെച്ച് രണ്ടാളെയും പരസ്പരം നോക്കി. വാങ്ങടോ, പേടിക്കാനൊന്നുമില്ല. തനിക്ക് ചുവപ്പുകൾ ഡ്രസ്സിൽ നിന്ന് രാവിലെ റേഗനിയുടെ പറഞ്ഞില്ലേ, അപ്പോഴെ വിചാരിച്ചതാ. പിന്നെ നേരെ ഷോപ്പിലേക്ക് ഓടി. അവന്റെ വാക്കുകളും ഉയർത്തിപ്പിടിച്ച ആ കവറും. ഭയമാണോ അത്ഭുതമാണോ എന്ന് അറിയില്ല. എന്തോ സ്വപ്നത്തിലെന്ന പോലെ അന്ന സ്തംഭിച്ച് നിൽപ്പായിരുന്നു. നോക്കണ്ട, തന്റെ സൈസ് മാച്ച് ചെയ്യുന്ന ഡ്രസ്സാ. ഒരു ചില്ലി റെഡ് ഗൗൺ തനിക്ക് നന്നായിട്ട് ചേരും. വാങ്ങടോ. ഓ, നമുക്കൊന്നുമില്ലല്ലേ? ലച്ച് കണ്ണു കൂർപ്പിച്ചു. എന്തേ, ആദ്യമിട്ടത്ത് ശ്രീലക്ഷ്മിയുടെ അലമാരിയിൽ നല്ല ഡ്രസ്സൊന്നും ഇരിപ്പില്ലേ? ഒരു ലോറി ഉണ്ടാകുമല്ലോ, അതൊക്കെ അങ്ങ് കൊടുത്താ മതി. ശ്രീരാഗ കല്ലിപ്പിച്ചൊന്ന് നോക്കി. പിന്നെ ആ മിഴി നീണ്ടത് അവളിലേക്കാണ്. അയ്യോ വേണ്ടേട്ടാ, ഏട്ടനെ വെറുതെ കഷ്ടപ്പെട്ട് ഞാൻ ഫംഗ്ഷന് വരാതിരുന്നാ പോരെ പ്ലീസ്. എനിക്ക് തോന്നും കഷ്ടപ്പെടാൻ പോകുന്ന ഇനിയാ. താനത് വാങ്ങിച്ചില്ലെങ്കിൽ എടോ, ഔദാര്യമായിട്ടൊന്നും കരുതണ്ട. ഞാൻ കാരണം നീ അതിനെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മനസ്സൊന്നും നൊന്നതാ. ഒരു തെറ്റും ചെയ്യാത്ത നീ. പ്ലീസ് ആൻ, വാങ്ങിത്തരുന്നത് ഞാനല്ലേ. എന്റെ ഒരു സന്തോഷത്തിന് നാളെ താൻ ഇതിട്ടോണ്ട് നല്ല സുന്ദരമായിട്ട് വരണം. എന്റെ ആഗ്രഹം പ്ലീസ്. ആദ്യമായ ഇങ്ങനെ ഒരാൾ ഡ്രസ്സൊക്കെ, അതും ഇന്ന് ആദ്യമായി കണ്ടൊരു മനുഷ്യൻ. അവഗണനകൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇച്ചാൻ പോലും ഇന്നേ വരെ ഒരു കഷ്ണം മഞ്ഞക്കോടി പോലും വാങ്ങി തന്നിട്ടില്ല. പക്ഷേ അന്ന അതിശയത്തോടെ അവനെ നോക്കി. അവളുടെ മിഴികൾ നോവിൽ കലർന്ന സങ്കടത്തോടെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ വാങ്ങടോ. ആദ്യത്തെ എല്ലാവരും മടിയോടെ ലച്ചുവിനെ നോക്കി. അവൾ വാങ്ങിച്ചു എന്ന രീതിയിൽ തലചരിച്ച് കാട്ടി. ഹൃദയം ഒരു നിമിഷം നിലച്ച പോലെ അന്ന അവന് നേരെ വെല്ലുകൾ നീട്ടിയിരുന്നു. കൈകളിൽ വീണ ആ വെള്ള കവറിന് അരുമയായി നെഞ്ചിലേക്ക് ചേർത്തു. താങ്ക്സ് ഏട്ടാ. മറുപടിയായി അവന്റെ ചിരി മാത്രം നൽകി. അതിലെന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. അടുത്ത നിമിഷം അവന്റെ കൈകൾ മെല്ലെ അവളിലേക്ക് ചലിച്ചിരുന്നു. ആ കൃഷ്ണമണികളിൽ നിന്നും കണ്ണെടുക്കാതെ വിരൽ തുമ്പുകൊണ്ട് അവിടെ മെഴുതിയിട്ട് തുടച്ചെടുത്തു. അതേ നോട്ടം പിന്നിലേക്ക് തെന്നുമ്പോ തന്നെ രൂക്ഷമായി നോക്കി ദഹിപ്പിക്കുന്ന ഒരാളിലേക്കാണ് അവന്റെ മിഴികൾ പിന്നുടക്കുന്നത്. ദിയ വശ്യമായൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് സ്ത്രീ അവളെ നോക്കി കണ്ടെടുക്കി. നാളെ ഇതിട്ടോണ്ട് വേണം താൻ വരാൻ. ഞാൻ കാത്തിരിക്കൂട്ടോ. അന്നയുടെ മുഴയിലുകളെ തലോടെ ശ്രീരാഗ ആദരമായി നിന്നു. അന്ന തലയനക്ക് അവനെ കടന്ന് പതിയെ നടന്ന നിമിഷം ശ്രീരാഗ കീച്ചുണ്ട് കടിച്ച് പിൻകഴുത്തിൽ തലോടിക്കൊണ്ട് ചിരിയോടെ ദിയയെ നോക്കിയിരുന്നു. അവളോടുള്ള വാശി തീർക്കും പോലെ. ആ കാഴ്ച കണ്ടതും ദിയ തറയിലേക്ക് ആഞ്ഞു ചവിട്ടി. അവന് നേരെയുള്ള പക നിറഞ്ഞ നോട്ടം പതിയെ മാറി നടന്നു പോകുന്ന അന്നയിലേക്ക് പതിച്ചിരുന്നു. സ്ത്രീ അവൾ കൊണ്ടോ ദിയ? അടുത്ത് നിന്ന് അവളുടെ ഫ്രണ്ട് കാതിൽ മുറിവുറുത്തപ്പോഴേക്കും ദിയ കലിയോടെ ചുണ്ടുകോണിച്ചിരുന്നു. സ്ത്രീ എന്നല്ല, ഇനി ഈ കോളേജിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ അവളെ ഈ ദിയ കൊണ്ടെത്തിച്ചിരിക്കും. ഞാനാ പറയുന്നേ, നീ നാളെ കണ്ടോ അവളുടെ ഒരു കൗണ്. അപ്പോഴും ഒന്നും അറിയാതെ നെഞ്ചിലേക്ക് അവൻ തന്ന കവറിന് ചേർത്ത് പിടിച്ചേതോ സ്വപ്ന ലോകത്ത് നിന്ന് പോലും നടന്നു പോവുകയായിരുന്നു ആ പാവം. ബസ്സിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് നടന്നു കയറുമ്പോഴും അന്നയുടെ മനസ്സേതോ സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു. നെഞ്ചിലേക്ക് പൊത്തിപ്പിടിച്ച കവറുമായി ഉമ്മറത്തേക്ക് കയറുമ്പോൾ അവിടെ നിൽക്കുന്ന വല്യം വെച്ച് ശ്രദ്ധിച്ചതേയില്ല. ആ കൊച്ചു വന്നോ? കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വല്യമ്മച്ചിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവളങ്ങനെ നിന്നു. കൊച്ചേ ഇവൾക്ക് ഇത് എന്നാ പറ്റി? വീപ്പ കുറ്റിയുടെ തലക്കിട്ടറിന് കോട്ട് കൊടുത്തിട്ടുണ്ടാവും വല്യമ്മച്ചി. അകത്ത് നിന്നും മലൻ ഉമ്മറത്തേക്ക് രച്ചു വന്നതും എന്തോ സ്വബോധം കിട്ടിയ പോലെ അന്ന പെടുന്ന കവറിന്റെ പിന്നിലേക്ക് മറച്ചു പിടിച്ചു. ഈ ചായ കണ്ട അതോടെ തീർന്നു. ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജീവനെടുക്കും. അന്ന വെപ്രാളത്തോടെ ലക്ഷ്യമായി ചുറ്റും കണ്ടുപിടിച്ചു. എന്താണ് ഇതിന് ഒരു കളലക്ഷണം? ഒന്നുമില്ല. കോളേജിൽ പോയി വലുത് ഒപ്പിച്ചിട്ടാണ് ഈ വരുന്നത്. അലൻ നമ്മളെ കൂർപ്പിച്ച് നോക്കുന്തോറും തെല്ലൊരു ഭയത്തോടെ അവൻ മുഖത്തായത്.
വല കുഴിയിലും പോയി ചാടിയിട്ട് അവസാനം കൈക്ക് പാണിണ്ടാക്കി വെക്കരുത്. മര്യാദ പോയി കുളിച്ചിട്ട് അടുക്കളയിൽ കയറി ചാക്കപ്പോത്തെ. അലന്റെ ശബ്ദമൊന്ന് ഉയർന്നു പൊങ്ങിയപ്പോഴേ അന്ന ഭയത്തോടെ അകത്തേക്ക് ഓടി. മുറിയിലേക്ക് കയറി പിന്നിലേക്ക് ഒതുക്കി വെച്ച കവറിന് മെല്ലെ തുറന്നു നോക്കി. നല്ല റെഡ് കളറിൽ നൈറ്റ് ലോങ് ഗൗണ്. മിഴികൾ അത്ഭുതത്തോടെ അതിലൂടെ ഒഴുകി. നേർക്കണങ്ങൾ കൺപോളകളിൽ അപ്പോഴും അവൾ അറിയാതെ തെന്നി നിറഞ്ഞിരുന്നു. കർത്താവേ, എന്നാ ചന്തവ, ഒരുപാട് കാശായി കാണുമല്ലോ. ഈശോ, ആരായിട്ടാ ഞാൻ? ഒന്നുമല്ല, ആരുമല്ല. എന്നിട്ടും അത്രമേൽ അമൂല്യമായതെന്തോ കൈക്കുമ്പിളിൽ കിട്ടിയതുപോലെ ആ ഡ്രസ്സിനെ മുഖത്തേക്ക് ചേർത്ത് മുത്തി. അടുത്ത നിമിഷം ആകാംക്ഷയോടെ കണ്ണാടിയുടെ മുന്നിലേക്ക് കൗണ്ട നെഞ്ചോട് ചേർത്ത് നോക്കി. തനിക്ക് നന്നായി ചേരുന്ന പോലെ അന്നക്ക് തോന്നി. പിന്നെ ആ മിഴികൾ ടേബിളിലെ ചിത്രത്തിനുള്ളില് അവളുടെ പാപ്പക്കും അമ്മക്കും അരികിലേക്കാണ് പാഞ്ഞത്. പാപ്പാ. അവൾ ആ ചിത്രത്തെ കൈവള്ളിലേക്ക് ഒതുക്കിയെടുത്തു. അവൾക്ക് നേരെ നീളുന്ന പപ്പയുടെ ആ വെള്ളാരങ്ങണകൾ അതിൽ തന്നെ നോക്കി നിൽക്കുമ്പോ ഹൃദയം പിടയുന്നുണ്ട്. പപ്പ, അന്ന കൊച്ചിന് ആദ്യമായിട്ടാ ഒരു സമ്മാനം കിട്ടണേ. അത് ഇന്നേവരെ അറിയാത്ത ഒരാളിൽ നിന്ന്. ഒത്തിരി മനസ്സ് നൊന്താ ഇന്ന് അന്ന കൊച്ചി ഈ പടിയിറങ്ങി പോയത്. പക്ഷെ അതിലേറെ ഈ മനസ്സ് സന്തോഷിക്കുന്നുണ്ട്. അന്നയുടെ മിഴികളിൽ നിന്ന് നീർക്കണങ്ങൾ ഫോട്ടോയുടെ ചുറ്റുകണ്ണാടിയിലേക്ക് തെറിച്ചു പോന്നു. നാളെ അന്ന കൊച്ചിന് ഒരുപാട് സന്തോഷമുള്ള ദിവസം. ആദ്യമായിട്ട് അന്നെ ഒരുങ്ങി പോകുക. സങ്കടപ്പെടാതെ കൂടെ ഉണ്ടാകണേ പാപ്പ. അന്ന കൊച്ചിന് വേറെ ആരും ഇല്ലാണ്ടല്ലേ പാപ്പ. നാളെ എന്നെ കരയിപ്പിച്ചേക്കരുതേ. ഇടറി തുടങ്ങിയ ശബ്ദത്തോടെ ചിത്രത്തെ നെഞ്ചോട് ചേർത്തു. നേരെ കട്ടിലേക്ക് മലർന്നു കിടന്നു. കണ്ണിൽ മുഴുവൻ ശ്രീയേട്ടന്റെ മുഖമാണ്. നാളെ നീ ഒരുങ്ങി പോകുമ്പോ ഇഷ്ടക്കേട് വലുത് വരുമോ? അങ്ങനെ തോന്നത്തില്ല ആൾക്ക്. ആളൊരു പാവ. മിഴികൾ ഉയർത്തി നാളത്തോടെ പുഞ്ചിരിച്ചു. കൗതുകത്തിന്റെ നിഴൽ പടർന്നു കയറി. മേലെ സീലിംഗ് ഫാനിൽ നോക്കി സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അന്ന കരുതിയിരുന്നില്ല നാളെ സംഭവിക്കാൻ പോകുന്ന ദുരിതത്തെ പറ്റി. നല്ല ചില്ലി റെഡ് കളറിലുള്ള മനോഹരമായ ഗൗണ്. അന്ന കണ്ണാടിയിൽ നോക്കി അത്രയേറെ സന്തോഷത്തോടെ അവൾ ശരീരത്തിലേക്ക് അണിഞ്ഞു. തനിക്ക് നല്ല ഫിറ്റ് ഡ്രസ്സാണ്. പക്ഷെ എവിടെയൊക്കെ ഇച്ചിരി ഇറുക്കം പോലെ. സാരല്ല, ആദ്യമായിട്ട് ഇട്ടതുണ്ടാവും. മുടിയിടകൾ കൂതി മേലോക്ക് കെട്ടി റെഡ് കളറിൽ തന്നെ ആ ഫ്ലവർ ക്ലിപ്പ് എടുത്ത് കെട്ടിലേക്ക് കൊരുത്തു വെച്ചു. 2 കുഞ്ഞു സ്റ്റഡ് കാതോരം ചേർത്ത് കുത്തി. എന്തോ കുറവുണ്ടല്ലോ അന്ന കൊച്ചേ. അന്ന കണ്ണാടിയിൽ കണ്ണോട് ചടിപൊടി നോക്കി. പെട്ടെന്ന് തോർത്ത് പോൽ മേശ തുറന്നൊരു കുഞ്ഞു ബോക്സ് എടുത്തു. തുറന്നു നോക്കുമ്പോ ഒരു ചെറിയ ചുവന്ന ചായപ്പെട്ടി. കഴിഞ്ഞ പള്ളി പെരുന്നാളിന്റെ കൊതുക് കൊണ്ട് മേടിച്ചതാ വെറുതെ. ഇടാറയല്ലേ ഇതൊന്നും. ആര് കാണാനാ എന്നാരും ഓർക്കുന്നത്. ശരീരത്തിന്റെ പ്രശ്നമല്ലേ എല്ലാവരുടെയും കണ്ണിൽ പെടും. അതിലേലും മുഖം നോക്കാൻ ആർക്കാ നേരം. അവൾ സ്വയം പൂച്ചത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു. അന്ന ആ ചായത്തിലേക്കൊന്ന് ദീർഘമായി നിശ്വസിച്ചു. പിന്നെ മുന്നിൽ വന്ന സ്ത്രീയുടെ മുഖം. നാളെ ഒരുങ്ങി വേണമെന്ന് പറഞ്ഞത് പുഞ്ചിരിക്കുന്ന മുഖത്തോടൊപ്പം കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ മിഴികളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു വന്നു. മെല്ലെ അതിൽ നിന്നും വിരൽ തൊട്ട് ചുണ്ടിലേക്ക് ഇട്ടു. സമയമെന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു ഭംഗി പെണ്ണിന്. ചുവന്ന കവണിലൊരു മാലാകയെ പോലെ തന്നെ. കണ്ണെടുക്കാതെ കണ്ണാടിയിൽ തന്നെ നോക്കി നിന്ന് പോയി അവൾ. കൊള്ളാവോ പപ്പ, എങ്ങനെയുണ്ട് ഇപ്പൊ അന്ന കൊച്ചിനെ കാണാൻ? അവൾ പപ്പയെ നോക്കി കണ്ണു ചിമ്മി. എന്റെ മമ്മയുടെ അത്രയൊന്നും പരത്തില്ലെന്ന് അറിയാം. അല്ലെങ്കിൽ ഈ പൂച്ചക്കണ്ണനെ മയക്കാൻ ചില്ലറ ഗ്ലാമറൊന്നും പോരല്ലോ. അതൊക്കെ എന്റെ പുന്നാര മമ്മയെ കൊണ്ട് കഴിയും. അത്രയൊക്കെ വരില്ലേലും ഇപ്പൊ അന്നെ കാണാൻ വെച്ച് ചേലൊക്കെ ഉണ്ട് അല്ലേ പപ്പ? അവളുടെ ചോദ്യം കേട്ട് ഒപ്പം നിന്ന മമ്മയെ നോക്കി പപ്പ ചിരിക്കുന്ന പോലെ അന്നൊക്കെ തോന്നി. അവളും ചിരിച്ചു, ചെറിയൊരു വേദനയോട്. ഉമ്മറപ്പടിയിലേക്ക് കയറുമ്പോ വല്യമ്മച്ച് ഭൂതക്കണ്ണാടിയും വെച്ച് പത്രത്തിൽ വീഴ്ന്ന് കിടക്കുന്നുണ്ട്. അന്നത്തെല്ലൊരു ചാടയിട്ട് അമ്മച്ചിയെ നോക്കി തൊണ്ടയെന്ന് കനപ്പിച്ചു. ശബ്ദം കേട്ട് വല്യമ്മച്ച് തലയെട്ടി നോക്കുമ്പോ ഒരു രാജകുമാരിയെ പോലെ അന്ന നിൽക്കുന്നു. പാവമ്മച്ചി പാപ്പിളൊന്ന് അതേ ഇരിക്കും. ഞാനിത് എന്നതാ കാണുന്നെന്റെ ഈശോയെ, കൊള്ളാലോടി കൊച്ചേ. അന്നക്ക് ചിരിയാണ് വന്നത്. എന്തോ വലിയ ജാടയിട്ട് കൊണ്ട് അമ്മച്ചിയുടെ നേരെ ഗൗണ് പൂക്കി വീശി കറക്കി കാണിച്ചു കൊടുത്തു. ഇന്നൊന്നും പറയാൻ കാണില്ലായിരിക്കും അല്ലേ വല്യമ്മച്ചി? എന്നെ വീപ്പക്കുറ്റിന്ന് വിളിക്കാത്തേ? ആ മുഖത്ത് നോക്കി ചോദിക്കണം എന്തായിരുന്നു. പിന്നെ അമ്മച്ചി പാവല്ലെന്ന് കരുതി മിണ്ടാതെ ഒറ്റപ്പൊരുക്കം ഒരു ചിരിച്ചു കാട്ടി. വല്ലാത്ത സന്തോഷത്തോടെയായിരുന്നു മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഓ, ഇതെങ്ങോട്ട് പോകുന്നു? രാവിലെ കേട്ടി ഒരുങ്ങി ദേ നിൽക്കുന്നു മുറ്റത്ത് പല്ലും തെച്ച് സാക്ഷാൽ രാക്ഷസൻ. സിച്ചിട്ട പോലെ ആ സന്തോഷം പെടുന്നതിന് അവളുടെ മുഖത്ത് നിന്ന് മങ്ങി മാഞ്ഞിപ്പോയി. ഈ ദേവളുടെ തുണി തെണ്ടിപ്പറക്കി വാങ്ങിയിട്ടതാടി ചാക്കപ്പോത്തെ. അന്ന ഒന്നും മിണ്ടിയില്ല. ഓ, അവൾക്ക് ഞാൻ പലതും പറയുമ്പോ നാവ് കാണുകയില്ലല്ലോ അല്ലേ? മുറ്റത്തേക്കൊന്ന് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അലൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഈ ആലമാരം നിറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ വീപ്പുകുറ്റി. ഏതേ അതൊന്നും തികയേറ്റാണോ കാണ്ടേട്ടെന്ന് തേണ്ടി വാങ്ങിച്ചത്? അല്ല, ഇനി ഇതല്ല അതിനപ്പുറം പോയി മേടിച്ചോണ്ടൊന്ന് ഒരുങ്ങി കെട്ടി പോയാലും ആനക്കുട്ടി തന്നെയാ. നിന്നൊരു തേണ്ടി നോക്കുകയില്ല. അവന്റെ പുച്ഛം നിറഞ്ഞ വാക്കുകൾ. നോവുന്ന മനസ്സോട് അന്നൊന്നും മിണ്ടാതെ മുന്നിലേക്ക് നടന്നു. ബസ്സിൽ കയറുന്നവരെ അന്നയുടെ ചിന്തകൾ അലന്റെ വാക്കുകളിൽ തന്നെ ഉടക്കി നിൽപ്പുണ്ടായിരുന്നു. നേരാണ്, എത്ര ഒരുങ്ങിയാലും ആനക്കുട്ടി തന്നെയല്ല ഞാൻ. വല്യമ്മച്ചി വിളിക്കുന്ന പോലെ വീപ്പക്കുറ്റി. ശ്രീരാഘേട്ടനെ ഞാൻ ഒരുങ്ങിയത് ഇഷ്ടാവൂ. പാവം, ഇന്നലെ കഷ്ടപ്പെട്ട് മേടിച്ചത് ഈ തടിച്ചിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാ. ഓർത്തിരിക്കെ ബസ് കോളേജിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നിരുന്നു. ആനൊരു ഞെട്ടലോടെ പുറത്തേക്ക് നോക്കി.
കർത്താവേ എത്തി. ഡ്രസ്സ് കണ്ട ആരെങ്കിലും എന്തേലും പറയോ? പാപ്പ കൂടെ ഉണ്ടാവണേ. അവൾ ആ കുഞ്ഞു സാന്റാ ബൊമ്മയെ നെഞ്ചോട് ചേർത്തു. അന്ന തിരക്കിനിടയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുമ്പോഴേക്ക് അവൾ ഇവിടെ ഇറക്കി പിടിക്കുന്നുണ്ടായിരുന്നു. പഴക്കമില്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല, ശരിക്കും മാഞ്ഞൊന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയാണ്. വേണ്ടിയിരുന്നില്ലെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി അന്ന. തനിക്ക് ചേരുന്ന വല്ല ചുരിദാറിട്ട് വന്നാൽ മതിയായിരുന്നു. ആ ചേട്ടൻ വാങ്ങി തരുമ്പോ എങ്ങനെ ഇടാൻ പറ്റില്ലെന്ന് പറയാ. ഷോ ഇതിപ്പോ ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ വല്ല മെലിഞ്ഞ പിള്ളേർക്ക് ചേരൂ. എവിടേക്ക് ചെറുതായി തയ്യൽ കൊടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കർത്താവേ, തയ്യലെങ്ങാനും വിട്ടുപോരോ? ഏയ് അങ്ങനെ പോരത്തില്ലായിരിക്കും. ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഡ്രസ്സല്ലേ, അതാവും. അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് ശ്വാസം മോദി വിട്ടു. നേരെ നടന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെ ചുവന്ന ഡ്രസ്സിൽ കുട്ടികൾ നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രോഗ്രാം തുടങ്ങിയ ലക്ഷണമാണ്. അന്ന വന്നതും പലരും അന്നയെ നോക്കി കണ്ണു പിടിച്ചു. അവൾ ഡ്രസ്സും പരിങ്ങികളും നോട്ടവും മിക്കവർക്കും അതിശയമായിരുന്നു, മറ്റു ചിലർക്ക് പുച്ഛവും. അവളുടെ കണ്ണീർ താങ്ങാൻ കഴിയാതെ അന്ന അവിടുന്ന് വീർത്തു.